ബിഗ് ബോസ് ഹൗസിൽ നിന്നാലും ഈ ആഴ്ച നോമിനേഷനകത്ത് 13 ആൾക്കാരാണെന്നാലും വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വോട്ടിംഗ് കാര്യങ്ങളും എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള വോട്ടിങ്ങിന്റെ ബേസിനകത്ത് ആരാണ് ഈ 13ാം സ്ഥാനത്ത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആർക്കാണ് എന്നൊക്കെയാണ് നമ്മൾ എന്തായാലും ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഏറ്റവും കുറവ് ലഭിച്ചിരിക്കുന്ന 13ാം സ്ഥാനത്ത് നിൽക്കുന്നത് സാബുമാനാണ്. അദ്ദേഹത്തിന് ഒട്ടും തന്നെ വോട്ടില്ല. അതായത് മറ്റുള്ള ആൾക്കാർ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെയധികം വോട്ട് കുറവ്, പുറകെ വോട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്നത് സാബുമാൻ. നമുക്കറിയാം അദ്ദേഹം ഒട്ടും ആക്റ്റീവ് അല്ല. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയം അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പഠിക്കുകയാണ്, കാര്യങ്ങൾ മനസ്സിലാക്കിയാണ്, ഇവരെ ക്യാരക്ടേഴ്സിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടനോടൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങളതിൽ പുറത്തേക്ക് വരും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കളികളിലേക്ക് പോകുക. ലാലേട്ടൻ വരെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ എന്നാലും ഇപ്പോഴും സാബുമാൻ ഒട്ടും ആക്റ്റീവായി തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്നുള്ള രീതിയിലേക്ക് എന്നാലും ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നാലും സാബുമാന്റെ സൈഡിൽ നിന്നെല്ലാം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ വേണ്ട രീതിയിൽ ഇംപ്രസ് ചെയ്യാനും സാബുമാനെ കൊണ്ട് എന്നാലും ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ 12ാം സ്ഥാനത്തുള്ള പ്രവീണാണ്. നമുക്കറിയാം അദ്ദേഹം ചില കാര്യങ്ങളിലധികം സംസാരിക്കുകയും കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇത്തിരി ആക്റ്റീവ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നതെല്ലാം നമുക്ക് കാണാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ പറയുന്ന സാബുമാനേക്കാളും കുറച്ചും കൂടി ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് പ്രവീണെങ്കിൽ പോലും. ആ വേണ്ട രീതിയിൽ അത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ വൈൽഡ് കാർഡ് എൻട്രീസിലൂടെ കയറിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കയറിയിട്ട് ഒരാഴ്ച മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ കാണുന്ന ഓഡിയൻസിനുമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സമയം ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രീസിന് വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല. അത് ഉപയോഗിച്ച ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ടില്ലെന്നല്ല പറയുന്നത്, എങ്കിൽ പോലും മിക്ക ആൾക്കാർക്കും വേണ്ട രീതിയിൽ ഉപയോഗിച്ച് വരാൻ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ചധികം സമയം ആവശ്യം വരാറുണ്ട്. അതായത് ഈ പറയുന്ന സീസൺ 7 തുടങ്ങിയ സമയത്ത് മറ്റു മത്സരാർത്ഥികളോടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടായതുപോലെ ആ ഒരു സമയം ഒരു ആവശ്യം വരുന്നുണ്ടല്ലോ. സോ അതുപോലെ ഇത് ഈ പറയുന്ന സാബുമാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രവീൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ചില വൈൽഡ് കാർഡ് എൻട്രീസ്റ്റ് ആണെങ്കിൽ പോലും വേണ്ട രീതിയിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനകത്ത് അവർ പരാജയപ്പെട്ട് പോയിട്ടുണ്ട് എന്ന് പേഴ്സണലി എനിക്ക് എന്തായാലും തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും 12ാം സ്ഥാനത്ത് പ്രവീണാണ്. 11ാം സ്ഥാനത്ത് എന്തായാലുള്ള വേദലക്ഷ്മിയാണ്. നമുക്കറിയാം അവരൊരു ചില കാര്യങ്ങളും എല്ലാം, അതായത് ഈ ആഴ്ച നടന്ന ചില ഇൻസിഡൻസ്, ഈ പറയുന്ന ഓഡിയൻസ് സാബുവിന് നേരെയുള്ള കുറച്ച് പ്രവർത്തികളായിക്കോട്ടെ, അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന ഓഡിയൻസിന്റെ ഇടയിൽ ഒരു വലിയ രീതിയിലൊരു ഹെയ്റ്റ് ഈ പറയുന്ന വേദലക്ഷ്മിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തായാലും കാരണമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വേദലക്ഷ്മിക്ക് വളരെയധികം വോട്ട് കുറവ് തന്നെയാണ് എന്തായാലും ഈ പറയുന്ന ആഴ്ചത്തെ നോമിനേഷൻ ഈ വോട്ടിങ്ങിനകത്ത്. പക്ഷെ വേദലക്ഷ്മിയുടെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എടുത്ത് കളയോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ നമുക്കറിയാം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പക്ക ജെന്റിൽമാൻ അല്ലെങ്കിൽ പക്ക നല്ല രീതിയിൽ റൂൾസിനകത്തോട് പോകുന്ന ആൾക്കാർ മാത്രമല്ല ഈ പറയുന്ന ബിഗ് ബോസ് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഈ പറയുന്ന ഓഡിയൻസിന് ഒട്ടും ദഹിക്കാത്ത, ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഉറപ്പാണ് ബിഗ് ബോസ് പറയുന്ന അവസാനം വരെ കൊണ്ടുപോകാറുള്ളത് നമ്മൾ എല്ലാ സീസണിലും കാണാനുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് വേദലക്ഷ്മി ഒരുപക്ഷെ ഒരുപാട് ഇനിയും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയെടുത്ത് പുറത്തോട്ട് കളയോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണെന്നാലും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. വോട്ടിങ്ങിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ തന്നെ മസ്താനിയാണ്. നമുക്കറിയാം ഈ പറയുന്ന വേദലക്ഷ്മിയെക്കാളും മുന്നേ തന്നെ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഹെയ്റ്റേഴ്സിനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ഈ പറയുന്ന മസ്താനി. സോ മസ്താനിക്കുള്ള വോട്ടിങ്ങും വളരെ കുറവ് തന്നെയാണ്. 9ാം സ്ഥാനത്ത് നിലനിൽക്കുന്ന രന ഫാത്തിമയാണ്. ഈ പറയുന്ന രന ഫാത്തിമ ഈ പറയുന്ന മസ്താനിയൊക്കെ ഏകദേശം ഒരേപോലത്തെ ഒരു വൈബിൽ തന്നെ പോകുന്ന ആൾക്കാരാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഈ പറയുന്ന ഭയങ്കരമായിട്ട് ലൗഡായിട്ട് സംസാരിക്കുകയും വെറുതെ ആ രീതിയിലുള്ള ഒരേ രീതിയിൽ തന്നെ നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ പറയുന്നത് രന ഫാത്തിമയായിക്കോട്ടെ മസ്താനിയായിക്കോട്ടെ. ഇപ്പൊ 9ാം സ്ഥാനത്ത് എന്തായാലും കരസ്ഥമാക്കിയിരിക്കുന്ന രന ഫാത്തിമയാണ്. എന്തായാലും ഇതുവരെയുള്ള വോട്ടിങ്ങിന്റെ ഒരു ബേസിനകത്താണ് പറയുന്നത്. മാറി മറിയാനുള്ള സാധ്യതകളൊക്കെ ഉറപ്പായിട്ടും ഉണ്ട്. 8ാമത്തെ സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിലാഷ് അഭിശ്രീയാണ്. ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയ സമയത്ത് നമുക്കറിയാം നല്ല ഇതിൽ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ പോകെ വളരെയധികം താഴോട്ട് പോകുന്നതാണ് നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നത്. കയറുന്ന കൂടെ ഈ പറയുന്ന കയറുന്ന സമയത്ത് വളരെയധികം ആക്റ്റീവായിട്ട് പലരും വളരെയധികം പ്രിപ്പേർഡും കാര്യങ്ങളും എല്ലാം ആയിരിക്കും. പിന്നെ ഈ ഹൗസിനകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു സോണിൽ ഒരുപാട് നാൾ നിന്ന് കഴിയുമ്പോഴത്തേക്ക് പറയുന്ന പല പ്ലാൻസും മാറി മറിയുകയും അല്ലെങ്കിൽ പല പ്ലാൻസും തനിക്ക് വേണ്ട രീതിയിൽ ചെയ്ത് ഫലിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലേക്ക് വരുന്നൊരു കാര്യമൊക്കെ റിയാലിറ്റിയാണ്. അത് എല്ലാവരും കൊണ്ടും പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ അഭിലാഷ് അഭിശ്രീയും ഗ്രാഫ് താഴോട്ടാണ് നല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. വോട്ടിങ്ങിൽ ഇപ്പോൾ 7ാം സ്ഥാനത്തേക്ക് നെവിനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഫൺ ഒരു എന്റർടൈനിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് നെവിന്റെ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നെവിനെ പെട്ടെന്ന് തന്നെ എടുത്ത് അങ്ങനെ കളയുമോ എന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണെന്നല്ല, അങ്ങനെ എന്തായാലും എടുത്ത് കളയാനുള്ള സാധ്യതയില്ല. കാര്യം ഈ പറയുന്ന സീസണിനകത്ത് എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന ഫാക്ടേഴ്സിനകത്ത് ഒരു വലിയൊരു ഘടകം ഉറപ്പായിട്ടും നെവിനാണ്. 6ാം സ്ഥാനത്തുള്ള ആര്യനാണ്. ആര്യനാണെങ്കിൽ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ, അതായത് ഈ പറയുന്ന ജിസേലിൽ നിന്ന് പുറകെ പോകാതെ, അതായത് സ്വന്തം സ്റ്റാൻഡിൽ നിലനിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിലുള്ള നല്ലൊരു കഴിവുള്ള ഒരാൾ തന്നെയായിരുന്നു ഈ പറയുന്ന ഒരു ആര്യൻ. പക്ഷെ ഈ പറയുന്ന ആരോഗ്യ നിഴലാകാൻ വേണ്ടി ഇങ്ങനെ ആര്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പറയുന്ന ഓഡിയൻസിനിടയിലും ആര്യന്റെ സ്ഥാനം എന്നാലും പുറകോട്ട് എന്നാലും പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം ക്ലിയർ ആയിട്ട് നമുക്ക് ആദ്യത്തെ ഒരു എപ്പിസോഡ് തുടങ്ങി നോക്കുകയാണെന്നാൽ നമുക്കത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. 5ാമത്തെ സ്ഥാനത്ത് ബിന്നിയാണെങ്കിലും കുറച്ചിപ്പോൾ മൈൻഡ് ഗെയിംസും കാര്യങ്ങളും എല്ലാം ബിന്നിയുടെ സൈഡിൽ നിന്നാലും വരുന്നുണ്ടല്ലോ. അതായത് കുറച്ച് കുതന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൈവശമുള്ള ഒരാൾ തന്നെയാണ് ബിന്നി. അതുകൊണ്ട് തന്നെ ബിന്നിനെ പെട്ടെന്ന് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് എടുത്ത് കളയും എന്ന് പേഴ്സണലി എനിക്ക് എന്തായാലും തോന്നുന്നില്ല. 4ാം സ്ഥാനത്ത് ആദിലയാണ്. അതിലൊക്കെയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് തുടക്കം തുടങ്ങി പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. പറയുന്ന രേണുസുദിനെയൊക്കെ പോലെ തന്നെയാണ്. ഇപ്പൊ രേണുസുദിനെ നമുക്കറിയാം എത്രയധികം മോശമായിട്ട് കളിച്ചാലോ അല്ലെങ്കിൽ എത്രയധികം ആക്റ്റീവായിട്ട് നിന്നില്ലെങ്കിൽ പോലും
പുറത്തുനിന്ന് നല്ല രീതിയിലൊരു ഫാൻ ബേസ് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു സപ്പോർട്ടും കാര്യങ്ങളും എന്തായാലും ഈ പറയുന്ന രേണുസുതിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോലെ തന്നെയാണ് ഈ പറയുന്ന ആദിലയുടെയും ന്യൂറോയുടെയും കാര്യം എടുത്ത് നോക്കിയാൽ നല്ല രീതിയിലൊരു സപ്പോർട്ട് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണലി എന്തായാലും നല്ല രീതിയിൽ തന്നെ എന്തായാലും കിട്ടുന്നുണ്ട്. മൂന്നാം സ്ഥാനത്ത് അക്ബറാണ്. അക്ബർ നമുക്കറിയാം, അക്ബറിനൊന്നും അങ്ങനെ പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റുന്ന ഒരാളല്ല, അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞാണെങ്കിൽ ഈ ബിഗ് ബോസ് സീസൺ 7 ഗ്രാഫ് നല്ല താഴോട്ട് നല്ല രീതിയിൽ തന്നെ നല്ല പോകാൻ സാധ്യതയുണ്ട്. കാര്യം ഈ പറയുന്ന ഒരു എൻഗേജിംഗ് ആക്കി നിൽക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഷോ നല്ല രീതിയിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ പറയുന്ന ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനകത്തൊക്കെ ഈ പറയുന്ന അക്ബർ, നെവിൻ പോലത്തെ ആൾക്കാരെയൊക്കെ ഒരു സാന്നിധ്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന അനീഷിനെ പോലത്തെ ആൾക്കാരൊക്കെ ആയിക്കോട്ടെ. അപ്പൊ അതുപോലത്തെ ആക്ടേഴ്സ് വരുമ്പോൾ മാത്രമാണ് അതൊരു എന്റർടൈൻമെന്റ് നല്ല രീതിയിൽ ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിലൊരു സപ്പോർട്ടും കാര്യങ്ങളും ഈ പറയുന്ന അക്ബറിന് എന്തായാലും കിട്ടുന്നുണ്ട്. അങ്ങനെ മൂന്നാം സ്ഥാനത്ത് എന്തായാലും അക്ബർ എന്തായാലും ഉണ്ട്. രണ്ടാം സ്ഥാനത്ത് അനീഷാണ്. ഞാനിപ്പോ ഈ അക്ബറിനെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന എൻഗേജിംഗ് ആക്കി അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബിഗ് ബോസ് ഹൗസ് സീസൺ 7 കൊണ്ടുപോകുന്നതിനകത്ത് ഒരു വലിയൊരു ഫാക്ടറാണ് ഈ പറയുന്ന അനീഷ്. അത് തുടക്കം മുതൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു ഒറ്റപ്പെട്ട് നിന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കളികളും ചിന്തകളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് അത് നടപ്പിലാക്കാനും സാധിക്കുന്നുണ്ട്. സോ നല്ല രീതിയിലൊരു ഫാൻ ബേസ് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു പുറത്തുനിന്നൊരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാനും അനീഷിന് എന്നാലും സാധിക്കുന്നുണ്ട്. പിന്നെ ഒന്നാം സ്ഥാനത്ത് എന്നാലും അനുമോളാണ്. നമ്മൾ ഈ പറയുന്ന ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ സാലറിനെ കുറിച്ച് പറയുന്ന സമയത്തും എല്ലാം പറയാറുണ്ട്. അനുമോൾ നല്ല രീതിയിൽ ബിഗ് ബോസ് മെറ്റീരിയൽ രീതിയിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയല്ല. ഒരു കളികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചിന്തകളായിക്കോട്ടെ, പ്ലാനുകളായിക്കോട്ടെ നല്ല രീതിയിൽ നടപ്പാക്കാൻ കാണുന്ന ഓഡിയൻസുമായിട്ട് വല്ല ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങളും എല്ലാം ഈ പറയുന്ന അനുമോളുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ എന്തായാലും നമുക്ക് കാണാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ എന്തായാലും ഈ പറയുന്ന ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാനും വേണ്ട രീതിയിൽ ഈ പറയുന്ന അനുമോള് സാധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ ഓഡിയൻസുമായിട്ടല്ല, ഈ പറയുന്ന ഒരു 40-ന് മുകളിൽ പ്രായമുള്ള ആൾക്കാരാണ് മെയിനായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് ഷോയുടെ ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസ് എന്ന് പറയുന്നതല്ല, ഒരിക്കലും യൂത്തോ കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഓഡിയൻസിലേക്ക് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന അനുമോളിന് എന്തായാലും സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പറയുന്ന വോട്ടിംഗ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ലഭിച്ച ഡാറ്റ. ഇതൊന്നും ഒരിക്കലും ഒഫീഷ്യലി അവരുടെ സൈഡിൽ നിന്ന് പുറത്തുവിട്ട ഡാറ്റയോ കാര്യങ്ങളൊന്നും അല്ല. ഇത്തരത്തിൽ പല മാധ്യമങ്ങളിലൂടെ സ്പ്രെഡ് ആകുന്ന ഡാറ്റയുടെ ബേസിൽ ഞാൻ തയ്യാറാക്കി നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്.